എല്ലാവർക്കും നമസ്കാരം. പെരുമ്പാവൂർ കീഴിലത്തുനിന്ന് വരുന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോലും ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധമായ സുരക്ഷിതത്വവും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതായത് ഈ വാർത്ത ഇങ്ങനെയാണ്: റാഗിംഗ് ചെറുത്ത സ്കൂൾ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. റാഗിംഗ് എതിർത്ത +1 വിദ്യാർത്ഥിയെ സ്കൂൾ ശുചിമുറിയിൽ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. ഇത് മലയാള മനോരമയുടെ റിപ്പോർട്ടാണ്. കീഴിലം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോമാത്ത് വിദ്യാർത്ഥി ഡിയോൺ ജോജോ 16 വയസ്സ്. ഈ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. തലയിലും പുറത്തും അടിവയറിന് താഴെയും ഇടിയും ചവിട്ടുമേറ്റ വിദ്യാർത്ഥി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ജൂലൈ 30 രാവിലെ ഡിയോണെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതായത് ഈ വിദ്യാർത്ഥിയുടെ ഷർട്ട് ബലമായി ഊരാൻ ഈ സീനിയർ വിദ്യാർത്ഥികൾ ശ്രമിച്ചു. ഇതിനെ എതിർത്തതിനുള്ള വൈരാഗ്യമാണ് ഇടവേള സമയത്ത് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. 20-ൽ പരം വിദ്യാർത്ഥികളടങ്ങുന്ന ഒരു സംഘം വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിന് ശേഷം ഡിയോണിനെ ലൈംഗിക വൈകൃതത്തിന് പ്രേരിപ്പിക്കുകയും ലൈംഗിക അവയവങ്ങളിൽ ക്ഷതമേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. മർദ്ദനമേറ്റ വിവരം ആദ്യം വിദ്യാർത്ഥി സ്കൂളിലോ വീട്ടിലോ പറഞ്ഞില്ല. ക്ഷീണിതനായി കിടക്കുന്നത് കണ്ട് വീട്ടുകാർ ചോദിച്ചപ്പോഴാണ് വെള്ളിയാഴ്ച രാത്രി ഈ വിവരം മാതാപിതാക്കളോട് പറയുന്നത്. ദേഹമാസകലം പരിക്കും ചതവും ഉള്ള ഈ വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളായ കൂവപ്പടി മാവേലിപ്പടി മൂത്തേടൻ വീട്ടിൽ ജോജോ വർഗീസും വിനിയും കുറുപ്പംപടി പോലീസിൽ പരാതി നൽകി. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ 4 വിദ്യാർത്ഥികളുടെ പേർ പരാതിയിലുണ്ട്. വിദ്യാർത്ഥിയുടെ മൊഴി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് നൽകിയ ശേഷം ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇതാണ് വാർത്ത. ഇത് ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഈ ഡിയോണിനെ ആക്രമിച്ചത്. പെരുമ്പാവൂരും പരിസരങ്ങളിലും ഒരു പ്രത്യേക മതക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് മറ്റ് മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ പോലും ഇത്രയും വലിയ ആക്രമണം അയച്ചുവിടാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്താണ്? ഇത് ഈ 16 വയസ്സുള്ള ഈ ഡിയോൺ, അതായത് +1 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ അനുഭവം ഉണ്ടായെങ്കിൽ നാളെ ഈ ആക്രമണ സ്വഭാവമുള്ള ഈ പ്രത്യേക മതവിഭാഗക്കാരിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്കും ഇത് സംഭവിക്കും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഈ അവസ്ഥ വളരെ ഭീകരമായ അവസ്ഥയാണ്. അതിനെ തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകി. എന്നാൽ ഈ കുടുംബം വലിയ ഒരു ഭയത്തിലാണ്. ഈ ആക്രമണ സ്വഭാവമുള്ള ഈ പ്രത്യേക മതവിഭാഗക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് അന്യമതസ്ഥർ ജീവിക്കുമ്പോൾ അവർ വളരെ ശാന്തമായി യാതൊരു പരാതിയും പറയാതെ അവരുടെ ഉപദ്രവം സഹിച്ചും അവരുടെ ഇംഗിതത്തിന് വഴങ്ങി മാത്രം ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ 20 കുട്ടികൾ ചേർന്ന് ഈ കുട്ടിയെ ലൈംഗികപരമായി പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക്
പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് ഈ പത്ര റിപ്പോർട്ടാണ്. ഈ പത്രത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, മർദ്ദനത്തിന് ശേഷം ഈ ഡിയോണിനെ ലൈംഗിക വൈകൃതത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. വാസ്തവത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെയൊക്കെ ഈ സൂക്കേട് എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഇങ്ങനെയുള്ള ഈ ആക്രമണ സ്വഭാവമുള്ള ഈ ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പെരുമ്പാവൂർ പരിസരത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു തള്ളിക്കയറ്റം അവിടെ ഉണ്ട്. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ലഹരി, അതുപോലെ പെൺവാണിഭം, ഇതിനെല്ലാം പേര് കേട്ട ഒരു സ്ഥലമായി ഈ പ്രദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവിടെ അതായത് മാംസക്കച്ചവടം വരെ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് 300 രൂപ മുതൽ 1500 രൂപ വരെ കൊടുത്താൽ അവിടെ പല കാര്യങ്ങളും സാധിക്കാം എന്നുള്ളത് പല TV ചാനലുകളും യൂട്യൂബർമാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ സുരക്ഷിതരാണോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയെ അതിദാരുണമായി ഉപദ്രവിക്കുകയും, ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, തലയ്ക്കും പുറത്തും അടിവയറിനും താഴിയും ഇടിയേറ്റു. അതായത് അത്ര മൃഗീയമായിട്ട് ഒരു മൃഗത്തെ ആക്രമിക്കുന്ന പോലെയാണ് ഈ ആക്രമണ സ്വഭാവമുള്ള ഇവർ ആക്രമിച്ചത്. അപ്പോൾ കേരളത്തിൽ ഉടനീളം നമ്മൾ സ്കൂളുകളും കോളേജുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പ്രത്യേക മതവിഭാഗക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുകയും അവരുടെ കുട്ടികൾ പാർക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഈ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ളൊരു സ്വയം ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. ഇതെനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്കിവിടെ ജീവിക്കാൻ തന്നെ പേടിയാണ്. അപ്പോൾ ഈ പ്രത്യേക മതവിഭാഗക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ജീവിക്കാൻ തന്നെ വലിയ ഭയമാണ്. അതുകൊണ്ട് പല TV ചാനലുകാരും ഇവരുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അവർക്കും ഭയമാണ്. പത്രമാധ്യമങ്ങൾ പലത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അവർക്കും ഭയമാണ്. യൂട്യൂബർമാർ പലർക്കും ഇത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല, അവർക്കും ഭയമാണ്. എത്ര നാൾ ഇവരെ ഭയപ്പെട്ട് കേരളത്തിൽ ജീവിക്കും? ഇപ്പോൾ കുട്ടികളെ ഉപദ്രവിക്കുന്നു, പെൺകുട്ടികളെ മറ്റു പല രീതിയിൽ ഇവർ വശീകരിച്ചു കൊണ്ടുപോകുന്നു. അതുപോലെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഇവർ നടത്തുന്നു, ലാൻഡ് ജിഹാദ് നടത്തുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നു, അന്യമതത്തിൽപ്പെട്ടവരെ പല രീതിയിൽ ഇവർ ഉപദ്രവിക്കുന്നു, ദ്രോഹിക്കുന്നു. ഇങ്ങനെ എത്ര നാൾ ഇങ്ങനെ മുമ്പോട്ട് പോകും? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ പല വാർത്താ ചാനലുമുണ്ട്, യൂട്യൂബർമാരുണ്ട്. എന്നാൽ ഇവർ നടത്തുന്ന ഈ കൊള്ളരുതായ്മയും ഈ ആക്രമണങ്ങളെയും ഇവർ നടത്തുന്ന ഈ ലൈംഗിക പീഡനത്തെയും അതുപോലെയുള്ള ഈ പീഡനങ്ങളെക്കുറിച്ച് പലർക്കും തുറന്നു പറയാൻ ചങ്കൂറ്റമില്ല. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പെന്തക്കോസ്ത് സഭ വിശ്വാസികളായി പലരും പത്രമാധ്യമങ്ങൾ നടത്തുന്നുണ്ട്, യൂട്യൂബ് ചാനലുകൾ നടത്തുന്നുണ്ട്. അവർക്കൊന്നും ഇത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റമില്ല. തുറന്നു പറഞ്ഞാൽ കഴുത്തിന് മുകളിൽ തല കാണുകയില്ല എന്നുള്ള ഭയവും, നാളെ അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഇവർ തേച്ച് ഒട്ടിക്കും, അവർ നശിപ്പിക്കും എന്നുള്ള ഭയവും കൊണ്ട് ഇവർ പേടിച്ച് മിണ്ടാതിരിക്കുകയാണ്. എത്ര നാൾ നിങ്ങളിങ്ങനെ വായും മൂട്ടിയിരിക്കും? ഇവരുടെ ഈ ആക്രമണങ്ങൾ നമ്മുടെ കുട്ടികളെ ഇവർ ആക്രമിക്കുന്നു, പല രീതിയിൽ ഇവർ ഭയാനകമായ പീഡനങ്ങൾ അയച്ചു വിടുന്നു. ഇവർക്കെതിരെ കേസ് കൊടുത്താൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പല സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഇവർ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എത്ര നാൾ ഇത് തുടർന്നു പോകും?
എത്ര നാൾ ഇതുപോലെയുള്ള ഭീഷണിക്ക് മുമ്പിൽ നിങ്ങൾ പിടിച്ചു നിൽക്കും? നാളെ ഇപ്പോൾ ഇതാണ് അവസ്ഥ, 2026 ഇതാണ് അവസ്ഥയെങ്കിൽ 2030 എന്തായിരിക്കും അവസ്ഥ? 2040 എന്തായിരിക്കും അവസ്ഥ? 2050 ആകുമ്പോഴേക്കും ഇവിടെ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരുത്തന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി തീരും. ഓർത്താൽ നന്ന്. പ്രതികരിക്കാൻ ചങ്കൂറ്റമുള്ളവർ രംഗത്ത് വന്നാൽ ബുദ്ധിയായിരിക്കും. അല്ല എങ്കിൽ ഇന്ന് ഈ വീട്ടിൽ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇത് സംഭവിച്ചു, അത് ഞങ്ങൾക്കെന്താണ് എന്ന് ചിന്തിച്ച് വായും മൂടിയിരുന്നാൽ നാളെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കുട്ടികളെയും ഇവർ റാഗ് ചെയ്യും. റാഗ് ചെയ്യുക മാത്രമല്ല, പ്രകൃതി വിരുദ്ധ ലൈംഗികത. എന്തുകൊണ്ടാണ് ഇവർ ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പോൾ 10-20 കുട്ടികൾ ചേർന്ന് ഒരാളെ ഈ ശുചിമുറിയിൽ കൊണ്ടുപോകുക, അവൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റുക, അവനെ ലൈംഗികമായി ഉപദ്രവിക്കുക, അതിനുശേഷം അവനെ തല്ലുക, അവനെ ഇടിച്ച് നാശമാക്കുക. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഇവരൊക്കെ എന്ത് മനുഷ്യരാണ്? ഇവരുടെ വീട്ടിലൊക്കെ എന്ത് സംസ്കാരമാണ്? ഈ കുട്ടികളെ ഇത്രമാത്രം ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഇവരുടെ മനസ്സിലേക്ക് ചിന്ത വന്നെങ്കിൽ ഇവരുടെ മാതാപിതാക്കളുടെ സ്വഭാവം എന്താണ്? ഇവരുൾപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ സ്വഭാവം എന്താണ്? അപ്പം എത്ര നാണം കെട്ട ഒരവസ്ഥയാണ്. ഈ 20 കുട്ടികൾ ചേർന്ന് ഒരു കുട്ടിയെ ആക്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ഇവരുടെ മാതാപിതാക്കൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തുന്നത്? ഒരാളെ ഇത്രയും പേര് ചേർന്ന് ആക്രമിക്കുകയാണോ? അതും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയാണോ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു നാണവും മാനവും ഉണ്ടോ ഈ കുട്ടികളുടെ വീട്ടുകാർക്ക്? അവർക്കും അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെ ഇല്ലേ? ഇതാണോ വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു വിദ്യാർത്ഥിയോട് മറ്റുള്ള വിദ്യാർത്ഥികൾ ഇടപെടേണ്ടത്? ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അവസ്ഥ, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളായിട്ട് പോലും ഈ സ്കൂളിൻ്റെ ഒരു നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കീഴിലം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ സ്കൂളിൻ്റെ നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആരാണ് ഇതിൻ്റെ പ്രിൻസിപ്പാൾ? ആരാണ് ഇവിടുത്തെ അധ്യാപകർ? എന്താണ് ഇവരുടെ സ്റ്റാൻഡ്? ഇത്രയും വലിയൊരു പീഡനം ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സ്കൂൾ അധികാരികൾ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാത്തത്? ഭയമാണോ? എത്ര നാൾ നിങ്ങൾ പേടിക്കും? ഈ ആക്രമിച്ച ഈ കുട്ടികളെ എന്തുകൊണ്ട് സ്കൂൾ പുറത്താക്കുന്നില്ല? കാരണം അവരുടെ ഉള്ളിൽ ഭയമാണ്. എത്ര നാൾ നിങ്ങളിങ്ങനെ പേടിച്ച് മുമ്പോട്ട് പോകും? ഇവർക്കൊക്കെ എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇവരെയൊക്കെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞു വിടണം. ഇവർക്കെതിരെ കേസെടുക്കണം. ഈ സ്കൂൾ കൃത്യമായി ആക്ഷൻ എടുക്കാത്ത ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിനെയും ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ക്ലാസ് ടീച്ചർമാരെയും വാസ്തവത്തിൽ സസ്പെൻഡ് ചെയ്യണം. അവരെയൊക്കെ പിരിച്ചുവിടണം. ഇത്ര മാതൃകയില്ലാത്ത, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ ഒരു ആക്ഷൻ എടുക്കാൻ കഴിവില്ലാത്ത, കഴകത്തില്ലാത്ത പ്രിൻസിപ്പാൾ, ഹെഡ് മാസ്റ്ററും ഹെഡ് മിസ്സീസും അധ്യാപകരും അവർ എന്താണ് സമൂഹത്തിന് എന്ത് വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്? എന്ത് മാതൃകയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്? സമൂഹത്തിന് എന്ത് ബോധവൽക്കരണമാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്? അപ്പോൾ അത്യന്തം നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കീഴിലത്ത് നടന്ന ഈ സംഭവം. അവിടെ പഠിക്കുന്ന 20ഓളം കുട്ടികൾ ചേർന്ന് ഒരു പാവം പിടിച്ച ഒരു കുട്ടിയെ, 16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് പ്രേരിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ നാണം കെട്ട ഒരു സാഹചര്യമാണ്. ഇതിനെതിരെ കൃത്യമായ ആക്ഷൻ ഉണ്ടാകും. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ പീഡനത്തിന് ഇരയാക്കപ്പെട്ട ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഇവരിനി ടാർഗറ്റ് ചെയ്യും. എന്തെങ്കിലും കേസുമായിട്ട് മുമ്പോട്ട് പോയാൽ ഇവർ അവരുടെ സോഴ്സ് ഉപയോഗിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോഴത്തെ ഭരണം ഇവർ പറയുന്നത് പോലെയാണ് ഇപ്പോൾ കേരളത്തിലെ ഭരണം നടക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിലെ ക്രൈസ്തവർ ഒറ്റപ്പെടുന്നു. ക്രൈസ്തവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്താൻ, പരിഹരിക്കാൻ ഇവിടെ കേരളത്തിലൊരു ഭരണമില്ല. ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം തീരെഴുതി കൊടുത്ത ഒരു ഭരണം. ഇങ്ങനെ പോയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിൽ എന്ത് ആക്ഷൻ സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ച്
നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.